ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന താങ്കൾ പറഞ്ഞ പോലെ ഒന്നിലധികം പ്രചരണ വിഷയങ്ങളുണ്ട്. ഒന്ന് രാജ്യസുരക്ഷയാണ്, മറ്റുള്ളത് ഏതൊക്കെയാണ്? സുരക്ഷ എന്ന പോയിന്റിലാണ് ഞാൻ രാഷ്ട്ര സുരക്ഷ പറയുന്നത്. സുരക്ഷ വേറെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം. നമ്മുടെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം, നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷ വേണം. ഇവിടെ എത്രയോ ആക്രമണം ഈ തിരുവനന്തപുരം പ്രദേശത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കൊലപാതകങ്ങൾ, അക്രമങ്ങൾ. ഈ വെളിയിലിറങ്ങി നടക്കാൻ പറ്റുമോ ഒരു സന്ധ്യ കഴിഞ്ഞാൽ? ഒരു സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുമോ? അക്രമങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. അത് ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം, ജലസുരക്ഷ ഉണ്ടോ നമ്മുടെ ഈ കേരളത്തിൽ? ഇവിടുത്തെ എന്താ നമ്മുടെ പാരിസ്ഥിതിക വിനാശം സംഭവിച്ച് നമ്മുടെ കാവും കുന്നും കുളവും എല്ലാം നഷ്ടപ്പെട്ട്, നീർത്തടങ്ങൾ നഷ്ടപ്പെട്ട് നമ്മളൊരു വലിയ പാരിസ്ഥിതിക വിനാശത്തിലേക്ക്, ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് 2-3 ഡിഗ്രിയൊക്കെ കൂടുതലാണ് ചൂട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ഇവിടെ വെള്ളപ്പൊക്കമാണ്. 2 ദിവസം അടുപ്പിച്ച് വെയിലുണ്ടായ കുടിവെള്ളക്ഷാമമാണ്. അപ്പോൾ ജലസുരക്ഷ എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷ, നമുക്ക് ആവശ്യമായിട്ടുള്ള അന്നം, വെള്ളം, മണ്ണ്, ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അധോഗതിയിലാണ്. ഇതൊരു സത്യമല്ലേ? ഈ ഭരിക്കുന്നവരെന്താ ഇതൊക്കെ നോക്കാത്തത്? ഈ കേരളം ഭരിച്ചവരെന്ത് ചെയ്യുമായിരുന്നു? ഇപ്പോൾ തന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എന്താ ഗവൺമെൻറ് ഓർഡർ? ഭൂമി കൃഷിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സർക്കാർ വക ഭൂമിയിൽ വേണമെങ്കിൽ ഖനനം ചെയ്യാനും അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ പശ്ചിമഘട്ടവും ഈ പറയുന്ന എല്ലാം തുരന്നെടുത്ത് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം, അതിൻ്റെ വിനാശം, ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട്, ആഗോള താപനം കൊണ്ട് ഒക്കെ നമ്മൾ വലിയ ഈ പരിസ്ഥിതിവാദം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ മറവിൽ നിന്ന് മറ്റ് പരിസ്ഥിതിയെ എതിർക്കുന്നവരെ പിന്തുണയ്ക്കുകയുമാണോ ഈ സർക്കാർ ചെയ്യുന്നത്? ഈ സർക്കാർ തീർച്ചയായിട്ടും അതല്ലോ. ഇവിടുത്തെ ഈ നീർത്തട നെൽവയൽ സംരക്ഷണ നിയമത്തിൽ ഇളവ് വരുത്തിയില്ലേ ഈ സർക്കാർ കൊണ്ടുവന്നാണ്. ഇപ്പോൾ ഈ പറയുന്ന ഖനനം നടത്താനുള്ള അനുമതി കൊടുക്കും. ഇവിടെ ഖനനം വേണ്ട എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്. ഖനനത്തിന് ഒരു ലിമിറ്റേഷൻ അതിനെല്ലാം ഉണ്ട്. അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം. ഒരു സുസ്ഥിര വികസനമാണ് ആവശ്യം. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ് ആവശ്യം. അത് ഈ തലമുറയ്ക്ക് ജീവിക്കാനുള്ളതല്ല നമ്മൾ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നു. അടുത്ത തലമുറയ്ക്കും ജീവിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ശാസ്ത്രീയമായിട്ടുള്ളൊരു നടപടിക്രമങ്ങളിലേക്ക് പോകണം. അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇവിടെ എല്ലാ നിയമങ്ങളും, നിലവിലുള്ള നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്ത് നമ്മുടെ നാട് ഈ പ്രകൃതി വിഭവങ്ങളെ കൊള്ളയടിച്ചിട്ട് എങ്ങനെ ജീവിക്കും?